അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധമായ റബീഉൽ അവ്വലിലെ തിങ്കളാഴ്ച രാവിനും പകലിനും വലിയ മഹത്വമുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ തിരഞ്ഞെടുത്ത ദിവസം അത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ രാവിന് വലിയ പ്രത്യേകതയുണ്ട്. കൂടുതൽ സ്വലാത്തുകൾ കൊണ്ട്, അദ്കാറുകൾ കൊണ്ട്, മൗലിദ് ഷരീഫ് കൊണ്ട് ധന്യമാക്കേണ്ട അതിമനോഹരമായ രാവും പകലുമാണ്. എത്രയെത്ര സങ്കടങ്ങളാണ്. ഈ കമൻറ്റ് ബോക്സ് ഇങ്ങനെ നോക്കുമ്പോൾ ചില സമയത്തൊക്കെ കൽബിങ്ങനെ വിങ്ങിപ്പോകുന്നുണ്ട്. യാ റബ്ബി, എത്രയെത്ര പ്രയാസങ്ങളാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത്. റഹ്മാനായ റബ്ബേ, എല്ലാവർക്കും നീ ക്ഷമിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ക്ഷമയുടെ പര്യവസാനം വലിയ അനുഗ്രഹങ്ങൾ നൽകി അവരെ നീ സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ നമുക്കിന്ന് അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്തും അതുപോലെ അശ്റഖ ബൈത്തും സൂറത്ത് തൗബയിലെ അവസാന ആയത്തുകളും ഓതിയിട്ട് മനസ്സറിഞ്ഞ്, കുറഞ്ഞ നേരാണെങ്കിലും മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് നമുക്ക് കൈ ഉയർത്തണം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. ആദ്യം തന്നെ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമേകുന്നൊരു സ്വലാത്തായാലോ. ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസമുണ്ടോ, ദുനിയാവിലെയും ആഖിറത്തിലെയും പ്രയാസങ്ങൾക്ക് പരിഹാരമേകുന്ന അതിമനോഹരമായ സ്വലാത്ത് അൽഫി സ്വലാത്ത് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്താണ്? നാളെ മഹ്ശറിലേക്ക് വരുമ്പോൾ നമ്മുടെ മുഖത്ത് പ്രകാശമായിരിക്കും ആ സ്വലാത്ത്. അത്രേ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. രണ്ടാമത്തേത് എന്താണ്? വിശുദ്ധ ഖുർആനും അതുപോലെ ഇഞ്ചീലും തൗറാത്തും സബൂറും മറ്റേടുകളും എല്ലാം ഓതിയ പ്രതിഫലം ഈ സ്വലാത്ത് 3 തവണ അല്ലെങ്കിൽ 1 തവണ ചൊല്ലുമ്പോഴെന്ന് തന്നെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ ചമ്പുരാനെ. മൂന്നാമത്തെ പ്രത്യേകത, അഷ്റഫുൽ ഖൽഖിനെ കാണാൻ പറ്റും സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വന്ന് നോക്കുന്നുണ്ട് മദീന പള്ളിയിൽ. ഇടയ്ക്ക് ഓടി വരും, വേഗം പോകും. അപ്പോൾ മുത്തുനബി ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂബക്കർ, എന്ത് പറ്റി? ഒന്നുമില്ല നബിയെ, കാണാതിരുന്നിട്ട് പറ്റുന്നില്ല എൻ്റെ ഹബീബിനെ. നമുക്കും കാണണ്ടേ മുത്തുനബിയെ, കൽബ് നിറയെ കാണണ്ടേ, കണ്ണ് നിറയെ കാണണ്ടേ. മുത്തുനബിയെ കാണാൻ പറ്റുന്ന കണ്ണോ ഹൃദയത്തിൽ കയറ്റാൻ പറ്റുന്ന കൽബൊന്നും ഇല്ല നമ്മുടെ, ഇല്ലേ? പക്ഷേ അള്ളാഹു കാരുണ്യവാനാണ്, കാരുണ്യത്തിൻ്റെ നേതാവാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി തങ്ങൾ നമ്മളെ കൈവിടൂല. അവിടുത്തെ കാണാൻ ഈ സ്വലാത്ത് പതിവാക്കിയാൽ മതി. മറ്റത് നാലാമത്തേത്, റിസ്ക് വിശാലാകും. റിസ്ക് ഭക്ഷണത്തിൽ മുട്ടുണ്ടാവില്ല കേട്ടോ. ഒരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരില്ല. കടം കൊണ്ട് വലയുന്നവരുണ്ടെങ്കിൽ ഈ സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കോ. അള്ളാഹു റബ്ബുൽ ആലമീൻ ചൊല്ലാൻ തൗഫീക്ക് നൽകട്ടെ. മറ്റൊന്ന്, 1,00,000 അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവൽ തരും ഈ സ്വലാത്ത് ചൊല്ലിയാൽ. ഈ സ്വലാത്ത് മനസ്സറിഞ്ഞ് മനസാന്നിധ്യത്തോടുകൂടെ നമ്മളിപ്പോൾ ചൊല്ലാൻ പോവാണ്. ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ 1,00,000 അപകടങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ തരും. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത മാർഗത്തിൽ, 6ാമത്തെ പ്രത്യേകതയാണ്, പ്രതീക്ഷിക്കാത്ത മാർഗങ്ങളിലൂടെ അള്ളാഹു നമുക്ക് സമ്പത്ത് തരും. നമ്മൾ പ്രതീക്ഷിക്കൂല ഒരിക്കലും അവിടെ നിന്ന് പൈസ കിട്ടും, ആ പൈസ റെഡിയാകും, നമ്മൾ ഒരിക്കലും ചിന്തിക്കൂല. അങ്ങനെയുള്ളിടത്ത് നിന്ന് നമ്മളെ അള്ളാഹു അങ്ങ് സഹായിക്കും. അതുപോലെ 7ാമത്തേത്, മാറാ രോഗങ്ങൾക്ക് മരുന്നാണ്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ മാരക രോഗങ്ങളിൽ നിന്ന് എത്ര പേരാ ക്യാൻസർ, ട്യൂമർ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നേ. അതുപോലെ ശ്വാസം മുട്ടുകൊണ്ട്, ഓക്സിജൻ, ശ്വാസം കിട്ടുന്നില്ല ഉസ്താദി എന്ന് പറഞ്ഞവർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ. അള്ളാഹുവേ, എല്ലാവർക്കും ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന അശ്റഖയുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫാ നൽകണേ ചമ്പുരാനെ. അതുപോലെ തന്നെ സിഹറുകൾ, മറ്റുപദ്രവങ്ങൾ, പൈശാചിക ബാധകൾ, ഇതിൽ നിന്നൊക്കെ ഈ സ്വലാത്ത് നമ്മളെ അങ്ങ് പിടിക്കും. അത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ സ്വലാത്ത് അൽഫി സ്വലാത്ത്. അതിൻ്റെ മറ്റൊരു പേര് സ്വലാത്തുൽ കുബ്ര എന്നാണ്, വമ്പൻ സ്വലാത്ത് എന്നാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു തവണ ഒന്ന് ചൊല്ലി നോക്കാം. തിങ്കളാഴ്ച രാവാൻ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ 1 തവണ ആ സ്വലാത്തൊന്ന് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ألف صلاة وألف سلام عليك يا سيد المرسلين. ألف صلاة وألف سلام عليك يا سيد النبيين. ألف صلاة وألف سلام عليك يا سيد الصديقين. ألف صلاة وألف سلام عليك يا سيد الراكعين. ألف صلاة وألف سلام عليك يا سيد القاعدين. ألف صلاة وألف سلام عليك يا سيد الساجدين. ألف صلاة وألف سلام عليك يا سيد الذاكرين. ألف صلاة وألف سلام عليك يا سيد المكبرين.
ألف ألف صلاة وألف ألف سلام عليك يا سيد الطاهرين. ألف ألف صلاة وألف ألف سلام عليك يا سيد الظاهرين. ألف ألف صلاة وألف ألف سلام عليك يا سيد الشاهدين. ألف ألف صلاة وألف ألف سلام عليك يا سيد الأولين. ألف ألف صلاة وألف ألف سلام عليك يا سيد الآخرين. ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله. ألف ألف صلاة وألف ألف سلام عليك يا نبي الله. ألف ألف صلاة وألف ألف سلام عليك يا حبيب الله. ألف ألف صلاة وألف ألف سلام عليك يا من كرمه الله. ألف ألف صلاة وألف ألف سلام عليك يا من عظمه الله. ألف ألف صلاة وألف ألف سلام عليك يا من شرفه الله. ألف ألف صلاة وألف ألف سلام عليك يا من أظهره الله. ألف ألف صلاة وألف ألف سلام عليك يا من اختاره الله. ألف ألف صلاة وألف ألف سلام عليك يا من صوره الله. ألف ألف صلاة وألف ألف سلام عليك يا عبد الله. ألف ألف صلاة وألف ألف سلام عليك يا خير خلق الله. ألف ألف صلاة وألف ألف سلام عليك يا خاتم رسل الله. ألف ألف صلاة وألف ألف سلام عليك يا سلطان الأنبياء. ألف ألف صلاة وألف ألف سلام عليك يا برهان الأصفياء. ألف ألف صلاة وألف ألف سلام عليك يا مصطفى. ألف ألف صلاة وألف ألف سلام عليك يا معلى. ألف ألف صلاة وألف ألف سلام عليك يا مجتبى. ألف ألف صلاة وألف ألف سلام عليك يا مزكى. ألف ألف صلاة وألف ألف سلام عليك يا مدني. ألف ألف صلاة وألف ألف سلام عليك يا حرمي. ألف ألف صلاة وألف ألف سلام عليك يا عربي. ألف ألف صلاة وألف ألف سلام عليك يا قرشي. ألف ألف صلاة وألف ألف سلام عليك يا هاشمي. ألف ألف صلاة وألف ألف سلام عليك يا أبطهي. ألف ألف صلاة وألف ألف سلام عليك يا زمزمي. ألف ألف صلاة وألف ألف سلام عليك يا تهامي. ألف ألف صلاة وألف ألف سلام عليك يا أمي. ألف ألف صلاة وألف ألف سلام عليك يا سيد ولد آدم. ألف ألف صلاة وألف ألف سلام عليك يا أحمد. ألف ألف صلاة وألف ألف سلام عليك يا محمد. ألف ألف صلاة وألف ألف سلام عليك يا طه. ألف ألف صلاة وألف ألف سلام عليك يا ياسين. ألف ألف صلاة وألف ألف سلام عليك يا مدثر. ألف ألف سلام ألف ألف صلاة وألف ألف سلام عليك يا
شفيع يوم الحشر ألف ألف صلاة وألف ألف سلام عليك يا صاحب التاج ألف ألف صلاة وألف ألف سلام عليك يا صاحب المغفر ألف ألف صلاة وألف ألف سلام عليك يا صاحب المحراب ألف ألف صلاة وألف ألف سلام عليك يا خاتم الأنبياء والمرسلين ألف ألف صلاة وألف ألف سلام عليك يا سيد المحسنين ألف ألف صلاة وألف ألف سلام عليك يا سيد الثقلين ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله يا سيدي يا رسول الله إلى يوم الدين برحمتك يا أرحم الراحمين. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും ഈ സ്വലാത്തിൻ്റെ ബർക്കത്തുകൊണ്ട് പടച്ചോൻ ഹാസിലാക്കി തരട്ടെ. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹും മൗലിദും സൂറത്ത് തൗബയുടെ അവസാന ഭാഗത്തിൻ്റെ 2 ആയത്തിലെ ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ 2 ആയത്തുകൾ നമുക്കൊരു 7 തവണ ഒന്ന് ഓതിയിട്ട് അശ്റഖ ബൈത്തും ചൊല്ലി അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. മുത്തുനബിയുടെ മദഹാണ് അതിലുള്ളത്. മുത്തുനബിയുടെ മദഹാണ്. സൂറത്ത് തൗബ ആയതുകൊണ്ട് തന്നെ ബിസ്മില്ലല്ലോ. അഊദ് ഓതിയിട്ട് മനസ്സറിഞ്ഞ് ആ ആയത്തുകൾ നമുക്കൊന്ന് പാരായണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഒരുമിച്ച് ഒന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو
عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി അശ്റഖ ബൈത്ത് ആണ് അല്ലേ? അശ്റഖ ബൈത്ത് മുത്തുനബിയെ വരവേൽക്കുന്ന, ഹബീബിൻ്റെ ജന്മത്തെ സ്വീകരിക്കുന്ന പരിശുദ്ധമായ ഖസീദയാണ് അശ്റഖ ബൈത്ത് എന്ന് പറയുന്നത്. ചെറുപ്പം മുതൽ നമ്മൾ കേട്ടുവരുന്നതാണ് അല്ലേ? നമുക്കൊന്ന് സ്ക്രീനിൽ നോക്കിയിട്ട് മനസ്സറിഞ്ഞ് എല്ലാവരും യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. മനസ്സറിഞ്ഞ് ഹബീബിൻ്റെ മദ്ഹ് എന്ന് പാടുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഈ ഹബീബിൻ്റെ മദ്ഹ് നമ്മുടെ വീട്ടിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് ചൊല്ലുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സമാധാനം വന്ന് ഇറങ്ങുന്നേ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രകാശം നൂറ് വന്ന് നമ്മുടെ വീട്ടിൽ നിൽക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്നിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീക്കി തരുമാറാകട്ടെ. فاختفت منه البدور مثل حسنك ما رأينا قدت يا وجه سروري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح صدوري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم من رأى وجهك يسعد يا كريم الوالدين حوضك صافي المبرد وردنا يوم نشوري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ما رأينا العيسى حنان بالسورة إلا إليك
والغمام قد أضلت يا رسول الله والملا صلوا عليك يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم وأتاك العود يبكي وتذلل بين يديك واستجارت يا حبيبي يا رسول الله عندك ضبي النفور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم حينما شدوا المحامل وتنادوا لي الرحيل جئتهم والدمع سائل يا رسول الله قلت قيف لي يا دليل يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم وتحمل لي رسائل أيها الشوق الجزيل الله نحوها تلك المنازل في العشايا والبكور الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم الله كل من في الكون هاموا فيك يا باهي الجبين الله ولهم فيك غرام واشتياق وحنين الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم الله في معانيك الأنام قد بدت حائرينا الله أنت للرسل ختام أنت للمولى شكور الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم
عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا بشير يا نذير يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم فأغثني وأجرني يا مجير من السعير يا غياثي يا ملاذي في ملمات الأمور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم فاز عبد قد تملى وانجلى عنه الهموم فيك يا بدر تجلى فالك الوصف الحسين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم ليس أزكى منك أصلا قدت يا جد الحسين فعليك الله صلى دائما طول الدهور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم يا ولي الحسنات يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم كفيرا عني ذنوبي واغفرا لسيئاتي صلى الله على محمد صلى الله عليه وسلم أنت غفار الخطايا والذنوب الموبقات صلى الله عليه وسلم أنت ستار المصابي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم عليم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا بجميع الصالحات صلى الله على محمد صلى الله عليه وسلم തങ്ങൾ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല തണിയേ ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين.
നേരത്തെ പറഞ്ഞല്ലോ, പല ആളുകളും പ്രത്യേകിച്ച് റബീഉൽ അവ്വലിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരെയും സഹായിക്കുന്നതിന് വേണ്ടി ഹദിയ ചെയ്തിട്ടുണ്ട് നമ്മുടെ റസാ വ്ളോഗ്സിലേക്ക്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഹദിയകളൊക്കെ സ്വീകരിക്കട്ടെ. ചെയ്തവർക്കെല്ലാം അല്ലാഹു ഇരട്ടിയായി അല്ലാഹു പ്രതിഫലം നൽകട്ടെ, പകരം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പടച്ചവനെ, അർഹമുർ റഹീമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത നിന്റെ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ചൊല്ലിയ സദസ്സാണല്ലോ അല്ലാഹ്. തട്ടിക്കളയല്ലേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, ഖായിബാക്കല്ലേ അല്ലാഹ്. ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ കിടന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്, മദദ് നൽകണേ അല്ലാഹ്, നുസ്റ നൽകണേ അല്ലാഹ്. അവിടത്തോടുള്ള അടങ്ങാത്ത മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നീ നിറയ്ക്കണേ അല്ലാഹ്. മുത്തായ റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ അനുധാവനം ചെയ്യാൻ, അവിടുത്തെ മദ്ഹുകൾ പാടാൻ, അവിടുത്തെ ജന്മത്തിൽ സന്തോഷിക്കാൻ, വീടുകൾ അലങ്കരിക്കാൻ, കുടുംബത്തിൽ വിശാലത ചെയ്യാൻ, പാവപ്പെട്ടവരെ ചേർത്തു പിടിക്കാൻ, അവിടുത്തെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് എല്ലാ നന്മകളും ചെയ്യാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണയല്ല. കുടുംബ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് കൊണ്ട് സമാധാനം നൽകണയല്ല, ഐക്യം നൽകണയല്ല. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നന്നാക്കണയല്ല, ശോഭനമായ ഭാവി നൽകണയല്ല, അദബുള്ള മക്കളാക്കണയല്ല, മാതാപിതാക്കളോട് പൊരുത്തമുള്ള മക്കളാക്കണയല്ല, മാതാപിതാക്കൾക്ക് നേരെ കൈയും കാലും ഉയർത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. യാ റബ്ബനാ യാ റബ്ബനാ. പടച്ചവനെ, ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. ജോലിയില്ലാത്തവരുണ്ട്, ഹൈറായ തൊഴിൽ നൽകണയല്ല. പ്രവാസികൾക്ക് ബറക്കത്ത് ചൊരിയണയല്ല. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. സന്താനങ്ങളില്ലാതെ പൊട്ടിക്കരയുന്നവർ, കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. യാ റബ്ബനാ യാ റബ്ബനാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണയല്ല, നീ നൽകണയല്ല. നീ നൽകിയാൽ ആർക്കാണ് റബ്ബേ തടയാൻ കഴിയുക? നീ നൽകണേ അല്ലാ. പടച്ചവനെ, പാവപ്പെട്ടവരെ സഹായിക്കുന്ന വിഷയത്തിൽ ഒരുപാട് ആളുകൾ പ്രത്യേകം ഹദിയകൾ ചെയ്തിട്ടുണ്ട്. അവരെ നീ സഹായിക്കണേ അല്ല, നീ ചേർത്തു പിടിക്കണേ അല്ല, അവരുടെ കണ്ണുനീർ നീ ഒപ്പണേ അല്ല, നീ തുടയ്ക്കണേ അല്ല, നീ സമാധാനവും സന്തോഷവും നൽകണേ അല്ല. യാ റബ്ബനാ യാ റബ്ബനാ. കരുണക്കടലായ റബ്ബേ, നിന്റെ ഹബീബിനോടുള്ള അതിരറ്റ മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നന്നാക്കണയല്ല. സ്വലാത്തിലൂടെ നടക്കാൻ തൗഫീക്ക് നൽകണയല്ല. ഞങ്ങൾക്ക് ഏറ്റവും നല്ല വഴികാട്ടിയായി സ്വലാത്തിനെ നീ മാറ്റി തീർക്കണയല്ല. ധാരാളം ധാരാളം സ്വലാത്തുകൾ ചൊല്ലി ആരംഭപ്പൂവിന്റെ ഹൃദയത്തിൽ ഒരിടം പിടിക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണയല്ല. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, റഹ്മാനായ റഹീമായ അല്ലാഹ്, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. വീടില്ലാതെ വേദനിക്കുന്നവർ, വീട് നിർമ്മാണത്തിലിരിക്കുന്നവർ പൂർത്തീകരിക്കാൻ, എത്രയും പെട്ടെന്ന് ഹൈറായൊരു വീട്ടിൽ താമസിക്കാൻ തൗഫീക്ക് നൽകണയല്ല. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ ധാരാളം ധാരാളം സന്താനങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണയല്ല. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, ഇണകൾ തുടങ്ങി സന്താനങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പല ആളുകളും ഇന്ന് കബറിലാണ്. യാ റബ്ബനാ യാ റബ്ബനാ. ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ, കൂട്ടുകുടുംബാദികളിൽ പലരും ഇന്ന് കബറിലുണ്ട്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. കബറിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ദൂരീകരിക്കണയല്ല. ആരംഭപ്പൂവായ റസൂലുള്ളാഹിന്റെ തിരുനോട്ടം നീ നൽകണയല്ല. എപ്പോഴാണ് ഞങ്ങൾ ഭരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണയല്ല. പെട്ടെന്ന് വിളിക്കല്ലേ അല്ല, പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലേ അല്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ ജനാസ കാണേണ്ട ദുരവസ്ഥ നൽകല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ല. പലരും മദീനയിൽ നിന്നുകൊണ്ട് ഈ സദസ്സ് കാണുന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. യാ റബ്ബനാ യാ
യാ റബ്ബനാ, വല്ലാത്ത കൊതിയാണ് പലയാവർത്തി മദീനയിലെത്താൻ. തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രത്യേകിച്ച് മദീനയിൽ നിന്ന് ഈ ലൈവ് കാണുന്ന സഹോദരങ്ങളൊക്കെ നമ്മുടെ ഈ സ്വലാത്തും സലാമും മുത്തുനബിക്ക് എത്തിച്ചു കൊടുക്കണം. മുത്തുനബിയോട് ഈ റസാ വ്ലോഗ്സ് കുടുംബത്തിന്റെ ഒക്കെ സ്വലാത്തും സലാമും പറയണം. എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങളെ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.